അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഈ വാർത്ത ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇന്നലെ വലിയ വിവാദങ്ങളും അല്ലെങ്കിൽ വലിയ ചർച്ചകളും പുലർച്ചെ വരെ, അതായത് പുലർച്ചെ 3 മണി വരെ നീണ്ട ഘോരഘോരമായ ചർച്ചകൾക്ക് ശേഷമാണല്ലോ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ലോക്സഭയിൽ ഉണ്ടായിട്ടും കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. വിപ്പുണ്ടായിട്ടും പ്രിയങ്ക വാദ്ര ഈ സമ്മേളനത്തിൽ, അതായത് ഈ ലോക്സഭയിൽ വന്നതേയില്ല. കോൺഗ്രസിന്റെ കള്ളക്കളി എങ്ങനെ കാണുന്നു അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്? നാട്ടിൽ പൊതുവിൽ പറയാറുണ്ടല്ലോ, ചതിയിൽ വഞ്ചന പാടില്ല എന്ന്. അതേപോലെ നെറികേടിലെങ്കിലും ഒരു ആത്മാർത്ഥത വേണം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്. ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവരെടുക്കുന്ന സമീപനം നെറികെട്ടതാണ്. എന്നാൽ ആ നെറികെട്ട സമീപനത്തോടെങ്കിലും ആത്മാർത്ഥത പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ വിപ്പ് ഉണ്ടായ സമയത്ത് കോൺഗ്രസിന്റെ ലോക്സഭയിലുള്ള ഉപനേതാവായിട്ടുള്ള ഗൊഗോയാണ് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഘോരഘോരം സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആ ബില്ല് പഠിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ പാർലമെന്റിലേക്ക് അയക്കുന്നത് ജനങ്ങളുടെ ഇച്ഛയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? വഖഫുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇന്നലെ ട്വീറ്റ് ചെയ്യാണ് ചെയ്തത്. ലോക്സഭയിൽ ഉണ്ടായിട്ട് ലോക്സഭയുടെ വേദി ഉപയോഗിച്ച് സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ് വഖഫിനെതിരെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം. കാരണം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുമ്പോൾ ഒരു സൗകര്യമുണ്ട്, അതിന് മറുപടി ഒന്നും ആരും പറയാണ്ടാവില്ല, കമന്റുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ തിരിച്ച് ലോക്സഭയിൽ നിന്നിട്ട് ഈ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അമിത്ഷായും കിരൺ റിജിജുവും പോലെ ഈ നിയമം അറിയുന്ന ആളുകൾ കൃത്യമായി മറുപടി കൊടുക്കും, വായടപ്പിക്കും എന്നതുകൊണ്ട് സഭയിൽ വന്ന് കമ എന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുകയും തനിക്ക് മാത്രം സ്വാധീനമുള്ള, തന്റെ അണികൾ മാത്രമുള്ള ട്വിറ്ററിന്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വഖഫിനെ പറ്റിയിട്ടുള്ള മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് യഥാർത്ഥത്തിൽ ഒരു കുടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ക്രിസ്ത്യൻ സഭകൾ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് പോലും കേരളത്തിലെ മറ്റ് കോൺഗ്രസ് എംപിമാർക്കുള്ളത് പോലെ ഒരു ധർമ്മസങ്കടം വന്നിരിക്കുകയാണ്. ഹൈബീഡനെ പോലെയുള്ള ആളുകൾക്ക് വഖഫിനെതിരെ ഉറച്ചു സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രധാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ലത്തീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. KCBC ആണെങ്കിൽ കോൺഗ്രസ് എംപിമാരോട് വഖഫിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് വളരെ ശക്തമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തെ അപ്പീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ വഖഫിനെ ഞങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കേണ്ടതുണ്ട്. ഈ ധർമ്മസങ്കടത്തിനിടയിലാണ് രാഹുൽ ഗാന്ധി സഭയിൽ വന്നിട്ട് മിണ്ടാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭകളുടെ എതിർപ്പിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം, രാഹുലും പ്രിയങ്കയും ഈ ചർച്ചയിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു സോഫ്റ്റ് കോർണർ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കം ആയി ഇട്ടുകൂടി ഇതിനെ കാണാം. അങ്ങനെയാണോ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്? ജനറലി രാജ്യത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയോടുള്ള ഇവരുടെ ഒരു അലംഭാവമാണ്. ഇതിനൊന്നും തീരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ് ആയിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മാറിയിട്ടില്ല. ഒരു വളരെ കെയർലെസ് ആയിട്ടും വളരെ കാലസ് ആയിട്ടുമാണ് ഇത്തരം വിഷയങ്ങൾ സമീപിക്കുന്നത്. ഇത് രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ അവിടെ ഉണ്ടായിട്ട് പോലും അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റികൾ മറ്റ് പലതുമാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഈ വിഷയത്തിലുള്ള അവരുടെ എന്താ പറയുക ഒരു നിലപാടില്ലായ്മയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പൊതുവിലുള്ള നിലപാടില്ലായ്മയും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മയും നോൺ സീരിയസ് നേച്ചറിനെ കൂടിയാണ് അത് കാണിക്കുന്നതെന്നാണ് എന്റെ ഒരു നിരീക്ഷണം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മയും രാഹുൽ ഇക്കാര്യത്തിൽ കാണിക്കുന്ന കെടുകാര്യസ്ഥതയുമാണ് ഇക്കാര്യത്തിൽ തെളിയുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് നമ്മളോട് അഭിപ്രായം പങ്കുവെക്കുന്നു.